സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് കൊഞ്ചിക്കരയല്ലേ സിന്ധു ഭൈരവിയാണ് രാഗം. ഇത് 8ാമത് മേളകർത്ത രാഗമായ ഹനുമന്തോടിയിലാണ് ജനിച്ചത്. നാടകപ്രിയ എന്ന രാഗത്തിലാണ് ജനിച്ചതെന്നും പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇത് ഞാൻ മുമ്പ് പാട്ട് ചെയ്തതാണ് ഈ രാഗത്തിൽ. നമുക്ക് ആരോഹണം അവരോഹണം നോക്കാം. 2 തരം ആരോഹണം ഉണ്ട്. 2ലാണ് പാട്ട് ഞാൻ 1.5 ചെയ്യുന്നത്. ആരോഹണത്തില് ഹിന്ദോളത്തിന്റെ കറക്റ്റ് ആരോഹണമാണ്. അടുത്തത് എന്താ രാഗത്തിന്റെ സുഖം. ഓക്കെ. കുഞ്ചി പദപ പദപ കുഞ്ചി പദപ കരയല്ലേ പദപ കരയല്ലേ. ഒന്നുകൂടി. പദപ കുഞ്ചി കരയല്ലേ പദപ. ഇവിടെ കറണ്ടൊക്കെ പോയിരിക്കുക. ചെയ്യാൻ കൊണ്ട് നിൽക്കുന്ന സമയത്താണ് കറണ്ട് പോയത്. വെയിലും ഇല്ല. ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്. എന്നാലും നമുക്ക് പാട്ട് ചെയ്യാം. ഇരുടായിക്കോട്ടെ. നിങ്ങൾക്ക് ഇതിന്റെ വേരായ സ്വരം കിട്ടിയ പോരെ. ഓക്കെ. കൊഞ്ചി പദപ കൊഞ്ചി കരയല്ലേ പദപ കരയല്ലേ. മിഴികൾ പദപ സെയിം സ്വരം. കുറച്ചൊന്ന് ഞാൻ അത് ശക്തി കൊടുത്ത് പാടുന്ന നിങ്ങൾക്ക് അങ്ങോട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഫീല് കൊടുത്ത് നിങ്ങൾ പാടണം. മിഴികൾ നനയല്ലേ മപമഗ നനയല്ലേ. ഇളമന ഇളമന മുരുകല്ലേ മപദപ മഗ രീസസ മപദപ മഗ രീസസ. ഇളമന മുരുകല്ലേ മപദപ മഗ രീസസ. ഒന്നുകൂടി. കൊഞ്ചി കരയല്ലേ പദപ പദപ മിഴികൾ പദപ നനയല്ലേ മപമഗ ഇളമന മുരുകല്ലേ മപദപ മഗ രീസസ. ഇളമന മുരുകല്ലേ. മനസ്സിലാകുന്നുണ്ടോ? കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ നനയല്ലേ. ഇങ്ങനെ വരണം. ഇളമന മുരുകല്ലേ മപദപ മഗ രീസസ. ഓക്കെ. താളുണ്ട്. കറക്റ്റ് കൗണ്ട് ചെയ്ത് അറിയുന്നവരോട് ചോദിച്ച് പാടണത്. ഇതെല്ലാം കൂടി അത്രയും നേരം ഇതിലിങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എനിക്ക്. അതുകൊണ്ടാണ് പെട്ടെന്ന് നോട്ട്സ് മാത്രം തരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ് ജയമാഷ് പാടിയത്, അങ്ങനെയല്ലേ ശരി എന്നുള്ളത് ചിന്തിക്കരുത്. കൗണ്ട് ചെയ്തിട്ട് പാടണം. ഓഫ് ബീറ്റിലൊക്കെ ഉണ്ട് പാട്ടുകൾ അങ്ങോട്ടും കൂടെ ഒക്കെ. പല്ലവി പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഇളമന മുരുകല്ലേ ഏതോ മൗനം സനി ദ പ സ സനി ദ പ ഏതോ മൗനം സനി ദ പ. മനസ്സിലായോ? സനി ദ പ എങ്ങോ തേങ്ങും സനി ദ പ. അവിടെ പ മാത്രമേ ഉള്ളൂ. സനി ദ പ എങ്ങോ തേങ്ങും സനി ദ പ. കഥ നീ അറിയില്ല സനീത സസ സനീത പപ്പാപ്പ സസ സനീത പപ്പാപ്പ. ബേസ് ടോപ്പ് ഇങ്ങനെ പോവുക. മധ്യമത്ത് തന്നെ കിടക്കുകയാണ്. സായിന്ന് നീയിലേക്ക് ഒന്നൊരു കാണിച്ചു തരാം.
ഏതോ മൗനം ഏതോ ഏതോ മൗനം സാസനിധ പപാസ എങ്ങോ തേങ്ങും സാസനിധ പപാ കഥ നീ അറിയില്ല യോ പധനിസ പധനിസ ഏതോ മൗനം സാസനിധ പപാസ സാസനി പെട്ടെന്ന് കൊണ്ട് പോവാ സാസനിധ പപാസ ഏതോ മൗനം ഏതോ മൗനം സാസനിധ പപാസ എങ്ങോ തേങ്ങും സാസനിധ പപാ എങ്ങോ തേങ്ങും സാസനിധ പപാ. അടുത്തത് കഥ നീ എന്ന് പറയുമ്പോ സനി സനി കഥ നീ അറിയില്ല കഥ നീ അറിയില്ല സനിധ പപാപ സനിധ പപാപ കഥ നീ അറിയില്ല കഥ നീ അറിയില്ല സനിധ പപാപ സനി ദ പപാപ സനി ദ പപാപ കഥ നീ അറിയില്ല യോ പധനിസ യോ പധനിസ യോ യോ പധനിസ യോ. ശ്രദ്ധ മാറിപ്പോയി. അപ്പൊ അങ്ങനെ വരും കഥ നീ അറിയില്ലയോ. മനസ്സിലായോ? കഥ നീ അറിയില്ലയോ. ഇനി കൊഞ്ചി എന്നൊരു സംഗതി ഉണ്ട്. പദപമ 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 കൊഞ്ചി എന്നുണ്ട് കേട്ടോ. കരയല്ലേ പദപമ മിഴികൾ പദപ മപമഗ നനയല്ലേ നനയല്ലേ ഇളമന മുരുകല്ലേ ഇളമന മുരുകല്ലേ മപദപ മകരേ സസ. അത് പാടില്ലേ? രാഗം നിർത്തിയതാ. അപ്പൊ നിങ്ങളൊന്ന് നന്നായി പാടി ഇത് കറക്റ്റ് ചെയ്തിരിക്കും. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അനുപല്ലവി ഗംഭീരാക്കണം നമുക്ക്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ നന്നായി പാടുക. നല്ല മനസ്സോടെ സന്തോഷത്തോടെ പഠിച്ച് എല്ലാവർക്കും ഇത് പകർന്നു കൊടുത്തിട്ട് പാടി വിജയിക്കുക. ഓക്കെ, ശരി.